ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് സിക്സ് ഹബ്. ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോയാണ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ടോപ്പ് 5 ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ്. നിങ്ങൾ വെബ് സീരീസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള വീഡിയോസിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ദ സർപ്പന്റ് ഒരു ക്രൈം വെബ് സീരീസ് ആണ്. ഇത് യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 1970-കളിൽ വിദേശ യാത്രക്കാരെ സൗഹൃദമായി സമീപിക്കുകയും പിന്നെ അവരെ വഞ്ചിക്കുകയും അവരുടെ പണം, പാസ്പോർട്ട് മുതലായവ കവർന്നെടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവനെ ദ സർപ്പന്റ് എന്ന് വിളിക്കുന്നത്. ഈ കുറ്റങ്ങൾ അന്വേഷിക്കാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുന്നു. കഥ മുഴുവൻ അന്വേഷണവും കുറ്റവാളിയെ പിടിക്കാൻ നടക്കുന്ന ശ്രമങ്ങളുമാണ്. ത്രൂ ക്രൈം ത്രില്ലർ ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്ന സീരീസ് ആണ്. അസുർ ഒരു നോർമൽ ക്രൈം ത്രില്ലർ അല്ല. മിത്തോളജി, സീരിയൽ കില്ലിംഗ്, സൈക്കോളജിക്കലി മിക്സ് ചെയ്ത ഡാർക്ക് വെബ് സീരീസ് ആണ്. ഇതിൽ ഒരു സീരിയൽ കില്ലർ തൻ്റെ കൊലപാതകങ്ങൾ ഹിന്ദു പുരാണങ്ങളുമായി ബന്ധിപ്പിച്ചു നടക്കുന്നു. കൊലപാതകങ്ങളെല്ലാം ഒരു പ്രത്യേക പാറ്റേൺ അനുസരിച്ചാണ് നടക്കുന്നത്. ഈ കേസുകൾ അന്വേഷിക്കുന്നത് CBI ഫോറൻസിക് എക്സ്പേർട്ടായ നിഖിൽ നായർ ശ്രമിക്കുന്നു. കൊലയാളി വളരെ ബുദ്ധിമാനായും സൈക്കോളജിക്കൽ ഗെയിം കളിച്ചും പോലീസിനെ വെല്ലുവിളിക്കുന്നു. അന്വേഷണം മുന്നോട്ടു പോകുമ്പോൾ പുരാണ കഥകളും മനുഷ്യ മനസ്സിന്റെ ഇരുണ്ട വശവും പുറത്തു വരുന്നു. പുരാണ ചിന്തകളും മോഡേൺ ക്രൈം ഇൻവെസ്റ്റിഗേഷനും ചേർന്ന ഡാർക്ക് ഇന്റലിജന്റ് ത്രില്ലർ സ്റ്റോറിയാണ് അസുർ. ദഹാദ് ഒരു റിയലിസ്റ്റിക് ക്രൈം ത്രില്ലറാണ്. ഇത് യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ പല സ്ത്രീകൾ ദുരൂഹമായി മരിക്കുന്നതോടെ കഥ തുടങ്ങുന്നു. ഈ കേസുകൾ അന്വേഷിക്കുന്നത് അഞ്ജലി ഭാട്ടി എന്ന ഫീമെയിൽ പോലീസ് ഓഫീസറാണ്. കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഒരേ പാറ്റേൺ ഉള്ള സീരിയൽ കില്ലർ ഉണ്ടെന്ന് കണ്ടെത്തുന്നു. സ്ത്രീകളെ ലക്ഷ്യമിടുന്ന ഒരു സീരിയൽ കില്ലറെയും അതിനെതിരെ നിൽക്കുന്ന ഒരു വനിതാ പോലീസ് ഓഫീസറെയും കുറിച്ചുള്ള സീരിയസ് റിയലിസ്റ്റിക് ക്രൈം സീരീസ് ആണ് ദഹാദ്. ഡൽഹി ക്രൈം ഒരു ഇന്ത്യൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഡൽഹിയിൽ നടന്ന ഒരു ക്രൂരമായ കൂട്ടബലാത്സംഗ കേസാണ് കഥയുടെ ബേസ്. ഈ കേസ് അന്വേഷിക്കാനായി ഒരു വനിതാ ഓഫീസറും അവരുടെ ടീമും കുറ്റവാളികളെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങുന്നു. കുറച്ച് സൂചനകൾ മാത്രം ഉപയോഗിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറ്റവാളികളെ ഓരോരുത്തരായി കണ്ടെത്തി പിടിക്കുന്നതാണ് കഥ. അന്വേഷണത്തിന്റെ സമ്മർദ്ദം, പോലീസ് ജീവിതം, മനുഷ്യവേദന എല്ലാം റിയലിസ്റ്റിക് ആയി തന്നെ കാണിച്ചിട്ടുണ്ട്. മോൺസ്റ്റർ ദ എഡ് ഗെയിൻ സ്റ്റോറി ട്രൂ ക്രൈം സൈക്കോളജിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന സീരീസ് ആണ്. ഈ സീരീസ് എഡ് ഗെയിൻ എന്ന യഥാർത്ഥ സീരിയൽ കില്ലറുടെ ജീവിത കഥയാണ്. 1950-കളിൽ അമേരിക്കയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന എഡ് ഗെയിൻ അവൻ്റെ അമ്മയുടെ മരണത്തിനു ശേഷം അവൻ ഒറ്റപ്പെടലിലും ഡിസ്റ്റർബായ ചിന്തകളിലുമാണ് കഴിയുന്നത്. മരിച്ച ആളുകളുടെ ശരീരം കുഴിച്ചെടുക്കുകയും ചില സ്ത്രീകളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. അവൻ്റെ വീട്ടിൽ നിന്ന് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ പോലീസ് കണ്ടെടുത്തു. കഥ മുഴുവൻ അവൻ്റെ മാനസികമായ ഇരുണ്ട വശമാണ് കാണിക്കുന്നത്. അവൻ എങ്ങനെ ഒരു മോൺസ്റ്ററായി മാറി എന്നുള്ളതാണ് കഥ. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ട സീരീസ് ഏതാണെന്ന് കമന്റ് ചെയ്യൂ. പാർട്ട് 2 വേണമെങ്കിൽ കമന്റ് ചെയ്യൂ. ഇതുപോലെയുള്ള ക്രൈം ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ്